ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ ജൂബിലി വർഷത്തിലെ നോമ്പ് കാലത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് കാലം സൗമാറംബ. അതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ നോമ്പ് കാലം എന്നല്ല, ഉപവാസകാലം, വലിയ ഉപവാസകാലം എന്നാണ്. തിരുസഭ തീവ്രമായ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും എല്ലാം ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നോമ്പ് കാലത്തിലൂടെ. ഇന്നത്തെ തിരുവചന വായനകൾ നമ്മെ അതിലേക്ക് നയിക്കുന്നതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം മുതൽ 4-11 വരെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങൾ. ഈ 17-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയുടെ മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ പ്രിയപുത്രൻ എന്നുള്ള ആ വലിയ അഭിദാനം സ്വീകരിച്ച് തൻ്റെ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് ദൈവപുത്ര അനുഭവത്തിൽ നിൽക്കുന്ന കർത്താവിനെ പരീക്ഷിക്കുകയാണ്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോയെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഡവ് ടു ദി ഡെവിൾ. ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ കർത്താവിനെ പരീക്ഷിക്കുകയാണ്. കാരണം നമ്മുടെ കർത്താവായ ഈശോ മിശിഹ പാപമൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മെക്കാൾ അധികമായി പരീക്ഷിക്കപ്പെട്ടവനാണെന്ന് ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ശ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ മനുഷ്യൻ്റെ ഭാഗധേയത്തിൽ, മനുഷ്യൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയി. സമ്പൂർണ്ണ മനുഷ്യനായ അവിടുന്ന്, ദൈവത്തിൻ്റെ പ്രിയപുത്രനായ അവിടുന്ന് ഈ മനുഷ്യൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെ കടന്നുപോയി എങ്ങനെ പരീക്ഷകളെ അതിജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നു. 40 നിരരാത്രങ്ങൾ മരുഭൂമിയിൽ അവൻ ഉപവസിക്കുകയാണ്. ഈ മരുഭൂമി എന്ന് പറയുന്ന വിജനമായ സ്ഥലം, അവിടെ ഒന്നും ജലം പോലും കിട്ടാത്ത സ്ഥലം, മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാവുന്ന സ്ഥലത്ത് ദൈവവുമായുള്ള സമ്പൂർണ്ണ സംസർഗത്തിലാണ്. അതാണ് ഉപവാസം. ഉപവസിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്ത് വസിക്കുക, ദൈവവുമായി അടുത്ത് വസിച്ചു. അങ്ങനെ കർത്താവ് ദൈവവുമായി അടുത്ത് വസിച്ച് 40 ദിനരാത്രങ്ങൾ പഴയ നിയമത്തിലെ പല സംഭവങ്ങളുമായി കോർത്തിണക്കിയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ, നമുക്കറിയാം, യൂദയ സഭയിൽ യഹൂദ ക്രൈസ്തവർക്ക് വേണ്ടി എഴുതിയ ഒരു ഗ്രന്ഥമാണ്. അവിടെ അതുകൊണ്ട് മിദ്രാഷിക് ഇൻ്റർപ്രിട്ടേഷൻ, മിദ്രാഷിൻ്റെതായ മദ്രസ തരത്തിലുള്ള, മദ്രസ എന്ന് പറഞ്ഞാൽ മിദ്രാഷ് പഴയ നിയമത്തിലെ ഒരു വ്യാഖ്യാന രീതിയാണ്. പഴയ നിയമ സംഭവങ്ങളെല്ലാം അത് പുതിയ നിയമത്തിലും മറ്റ് വചനഭാഗങ്ങളിലും പൂർത്തിയാകുന്നതായിട്ട് അവതരിപ്പിക്കുന്ന ഒരു അവതരണ രീതിയിലാണ് വിശുദ്ധ മത്തായി. അതുകൊണ്ടാണ് ഈ 40 ദിനരാത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 40 സംവത്സരങ്ങൾ ഇസ്രായേൽ മരുഭൂമിയിലൂടെ കടന്നുപോയ ആ അനുഭവം ഇവിടെ സ്മരണീയമാണ്. 40 ദിനരാത്രങ്ങൾ മോശ ഉപവസിച്ചു ദൈവത്തോടൊപ്പമായിരുന്നു കൽപ്പനകൾ സ്വീകരിക്കുന്നത്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നാം ശ്രവിക്കുന്ന അങ്ങനെയാണ്. 40 ദിനരാത്രങ്ങൾ കർത്താവിനോടുകൂടി ആയിരുന്ന് കൽപ്പനകൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പുതുതായി സ്വീകരിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ വീണ്ടും ഉടമ്പടി പത്രിക സ്വീകരിക്കുകയാണ്. അങ്ങനെ കർത്താവിനോടൊപ്പം മോശ ആയിരിക്കുകയാണ്. അതിനുശേഷം മോശയുടെ മുഖം പ്രകാശിക്കുന്നു. 40 ദിനരാത്രങ്ങൾ 34-28 മോശ 40 പകലും 40 രാവും കർത്താവിനോടുകൂടി ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ പത്രപ്രമാണങ്ങൾ അവൻ പലകളിൽ എഴുതി. അങ്ങനെ കർത്താവിൻ്റെ വലിയ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കൽപ്പനകൾ, ഉടഞ്ഞ കൽപ്പനകൾ വീണ്ടും പുതുക്കി എഴുതപ്പെട്ട് ദൈവം ആരാണെന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് മോശ പ്രവേശിച്ചു. ദൈവം ആരാണ്? പുറപ്പാട് 34-ാം അധ്യായം 6-ാം വാക്യം, അവൻ്റെ കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തത്തിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, എന്നാൽ കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് നേരെ മക്കളുടെ മക്കളെയും 3-4 തലമുറയോടും ശിക്ഷിക്കുന്നവൻ. അങ്ങനെ ദൈവത്തിൻ്റെ ആ വലിയ നീതിയും കാരുണ്യവും
വെളിപ്പെടുത്തുന്ന ആ സംഭവം 40 ദിനരാത്രങ്ങളുടെ ഉപവാസത്തിലൂടെ മോശയ്ക്ക് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ഏലിയ പ്രവാചകൻ്റെ 40 ദിനരാത്രങ്ങളിലെ ഉപവാസം, ഇതെല്ലാം അതിൻ്റെ എല്ലാ ഒരു പൂർത്തീകരണമാണ്. ഈ ഒരു അനുഭവത്തിലേക്ക്, പഴയ നിയമ ജനതയുടെ എല്ലാ അനുഭവത്തിലേക്കും ഈശോ കടന്നു വരുന്നു. അങ്ങനെ 40 ദിനരാത്രങ്ങൾ ദൈവത്തോടു കൂടി ആയിരുന്നു. ഉപവാസത്തിന് ശേഷം അവന് വിശന്നു. അപ്പോഴാണ് പ്രലോഭകൻ, പരീക്ഷകൻ അവൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. മത്തായി 4:3. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഈശോയുടെ ദൈവപുത്രത്വം സ്വർഗം അംഗീകരിച്ചുറപ്പിച്ചതാണ്. അങ്ങനെയുള്ള ദൈവപുത്രനാണ് നീ എങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കി മാറ്റുക. കാരണം ഈശോയ്ക്ക്, ദൈവപുത്രനായ ഈശോയ്ക്ക് അതിനുള്ള ശക്തിയുണ്ട്, അത് സാധിക്കും. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഈ പിശാചിൻ്റെ പരീക്ഷ? ഇതൊരു കർത്താവിൻ്റെ മെസ്സിയാനിക വ്യക്തിത്വം, അത് എങ്ങനെയുള്ളതാണ് എന്നുള്ള കർത്താവിനുണ്ടായ ഒരു ആന്തരികമായ സംഘർഷമല്ല, കർത്താവിനുണ്ടായിട്ടുള്ള ഒരു ചിന്ത ആണ് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നത് ഇത് ഈശോയുടെ മെസ്സിയാനിക അവബോധം അരക്കെട്ടുറപ്പിക്കുന്ന ഒരു സംഭവമാണ്. എങ്ങനെയുള്ളൊരു മെസ്സിഹയാണ് കർത്താവ്? പൊളിറ്റിക്കൽ മെസ്സിഹ, അത് രാഷ്ട്രീയ മെസ്സിഹ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശപ്പും ദാഹവും ശമിപ്പിക്കുന്ന അപ്പം നൽകുന്നവനായി മാറുക, ഭൗതിക ക്ഷേമം നൽകുന്ന ഒരു മെസ്സിഹ. അങ്ങനെ ഭൗതിക സുസ്ഥിതിയും ക്ഷേമവും നൽകുന്ന, ഭൗതിക അധികാരം കൈയാളുന്ന, ഭൗതികമായ ഭരണത്തിലൂടെ ജനങ്ങൾക്ക് ക്ഷേമം വരുത്തുന്ന ഒരു രാഷ്ട്രീയ മെസ്സിഹ. ഇതാണ് പ്രലോഭനം. അപ്പോൾ ആ പ്രലോഭനത്തിന് കർത്താവ് കൊടുക്കുന്ന മറുപടി അത് നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്ന് 3-ാം വാക്യമാണ്. അതിതാണ്, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് മന്ന നൽകിയത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മറുപടി ഇതാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മറുപടി ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന ഒരു സംവിധാനം പൗരസ്ത്യ ആത്മീയതയിലുണ്ട്. ആൻറ്റി റേസിസ് എന്ന് പറയും. ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട്, വചനം ധ്യാനിച്ചുകൊണ്ട് ഏറ്റവും വലിയ പ്രലോഭനങ്ങളെ അതിജീവിക്കുക എന്ന്, അത് അങ്ങനെയാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറയുകയാണ്. ഉടനെ 2ാമത്തെ പരീക്ഷയാണ്. പിശാച് വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ ശൃംഗത്തിൽ അഗ്രത്തിൽ കയറ്റി വീണ്ടും ചോദിക്കുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. അപ്പോൾ അങ്ങനെ താഴോട്ട് ചാടിയാൽ നിനക്കൊന്നും സംഭവിക്കുകയില്ല. പ്രഭാത പ്രാർത്ഥനയിൽ സപ്രായിൽ ചൊല്ലുന്ന ആ പ്രാർത്ഥന 91-ാം സങ്കീർത്തനം, നിൻ്റെ കല്ലിന്മേൽ തട്ടാതെ അവൻ കരങ്ങളിൽ സംവഹിക്കും, അലാഹമാർ സംവഹിക്കും, അത് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ പിശാച് ദൈവവചനം ഉദ്ധരിക്കുകയല്ല, വാസ്തവത്തിൽ പിശാച് ദൈവവചനം വളച്ചൊടിക്കുകയാണ്. വചനം വളച്ചൊടിച്ച് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ള ഒരു പ്രലോഭനം. മുകളിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ നിനക്ക് വലിയ പ്രശസ്തി ലഭിക്കും, അങ്ങനെ നീ ഒരു ആർക്കും തൊടാനാവാത്ത ഒരു ശക്തി നിറഞ്ഞവനാണ് എന്ന് ലോകം അറിയും എന്നുള്ള ഒരു പ്രലോഭനമാണ്. ഉടനെ കർത്താവ് കൊടുക്കുന്ന മറുപടി, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അതും നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യമാണ്. അപ്പം വചനം കൊണ്ട് തന്നെ പിശാചിനെ പ്രതിരോധിക്കുകയാണ്. തുടർന്ന് 3-ാമത്തെ ആ പ്രലോഭനമാണ്, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും മഹത്വവും കാണിച്ചുകൊണ്ട് പറയുകയാണ്, നീ സാഷ്ടാംഗം പ്രണമിച്ച് എൻ്റെ കാൽക്കൽ വീഴുക, ഞാൻ നിനക്ക് ഇവയെല്ലാം നൽകാം. അപ്പോൾ സാത്താനെ ആരാധിക്കുക, സേറ്റൻ വർഷിപ്പ്, സാത്താനെ ആരാധിക്കുന്ന ചിന്താഗതികൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. സാത്താൻ ആരാധന, സാത്താനെ പ്രീതിപ്പെടുത്തുവാൻ ദൈവദൂഷണം പറയുക, ദൈവികരായിട്ടുള്ള ശുശ്രൂഷകർക്ക് ദൂഷണം പറയുക, അങ്ങനെ തിന്മയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പിശാചിനെ ഉപാസിച്ചുകൊണ്ട് കാര്യങ്ങൾ സാധിക്കുന്നൊരു ലോകം. അങ്ങനെ ലോകത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുക. കർത്താവ് പറയുന്നു, സാത്താനെ നീ ദൂരെ പോവുക, നീ അടുത്തുപോലെ നിൽക്കരുത്. ഈശോ സാത്താനെ ബഹിഷ്കരിക്കുകയാണ്, ഓടിച്ചു വിടുകയാണ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ, അവനെ മാത്രമേ പൂജിക്കാവുള്ളൂ. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 13-14 ഉദ്ധരിച്ചുകൊണ്ടാണ്. വാസ്തവത്തിൽ ഈ 3 പ്രലോഭനങ്ങൾ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൻ്റെ ഒരു വിശദീകരണമായിട്ട് സഭാപിതാക്കന്മാർ അവതരിപ്പിക്കുന്നുണ്ട്. അതായത്
നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി ആരാധിക്കുക. ദൈവത്തെ പൂർണ്ണ ആത്മാവോടുകൂടി പൂർണ്ണ ഹൃദയത്തോടുകൂടി ആ പൂർണ്ണ ഹൃദയത്തോടുകൂടി ആരാധിക്കുക എന്നുള്ളതാണ് ദൈവവചനമാണ് മനുഷ്യന് ശക്തിപ്പെടുത്തുന്നത്. അപ്പം കൊണ്ട് മാത്രമല്ല, വചനം കൊണ്ട് കൂടിയാണ് എന്നുള്ള മറുപടിയിൽ പ്രതിഫലിക്കുന്നത്. പൂർണ്ണ ആത്മാവോടും കൂടി നീ മുകളിൽ താഴേക്ക് ചാടി നിൻ്റെ ശരീരം നശിക്കും, ആത്മാവും നശിക്കും. ആത്മാവിനെ വീണ്ടെടുക്കുവാൻ നീ ഇങ്ങനെയുള്ള അതിസാഹസത്തിന് പോകരുത് എന്നുള്ളതാണ്. പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ സർവശക്തിയും നിനക്ക് തരാമെന്നുള്ള പ്രലോഭനം പിശാച് വെച്ച് നീട്ടുമ്പോൾ അതല്ല, പൂർണ്ണ ശക്തിയോട് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രലോഭനങ്ങൾ വാസ്തവത്തിൽ ആദ്യ മനുഷ്യനുണ്ടായ പ്രലോഭനം, ആദത്തിനുണ്ടായ പ്രലോഭനമാണ്. അപ്പം തിന്നുവാൻ, പഴം തിന്നുവാനുള്ള പ്രലോഭനം, ഗ്ലട്ടണി, അമിത ഭോജനം, ഭക്ഷണ ആസക്തി, ഇതിൽ നിന്നൊക്കെ മനുഷ്യൻ വിമോചിക്കപ്പെടണം എന്നാണ് മാർ അപ്രയം, സഭാപിതാവ് അപ്രയം പറയുന്നത്. ഈ പ്രലോഭനങ്ങൾ വാസ്തവത്തിൽ ആദത്തിനുണ്ടായ പ്രലോഭനങ്ങളുടെ ഒരു തുടർച്ച. അതിനെ കർത്താവ് പൂർത്തീകരിച്ചുകൊണ്ട് അവിടുന്ന് പുതിയ ആദമായി, പുതിയ മനുഷ്യനായി അവതരിക്കുന്നു, കാണിക്കുന്നു എന്നാണ് വിശുദ്ധ ജോൺ ക്രിസസ്റ്റോം, സഭാപിതാവ് ജോൺ ക്രിസസ്റ്റോം പറയുന്നു. അങ്ങനെ ഈ ആദ്യ മനുഷ്യനുണ്ടായ ആ പ്രലോഭനം ഉൽപ്പത്തി 3:5 ഹവ്വായോട് പറയും, നീ ദൈവത്തെ പോലെയാകും. ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യർ ദൈവത്തെ പോലെ ആകും എന്നുള്ള പ്രലോഭനത്തിൽ വീണു. അഹങ്കാരത്തിൽ, അവരുടെ ആസക്തിയിൽ വീണ് അവർ പരദീസ നഷ്ടപ്പെടുത്തിയെങ്കിൽ ഈശോ പുതിയ ആദം, പുതിയ മോശ, പറുദീസ വീണ്ടെടുക്കുകയാണ്. അങ്ങനെ പൈശാചിക ശക്തികളെ ഉന്മൂലനം ചെയ്യുകയാണ്. അപ്പോൾ ഈശോയുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ, പരീക്ഷകളുണ്ടായിരുന്നു. അതിനെല്ലാം കുരിശിൽ നീ താഴെ ഇറങ്ങി വരിക എന്ന് പറയുന്നൊരു പ്രലോഭനമായിരുന്നല്ലോ. അതാണ് ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ഒരു കസാന്തിസാക്കിസിൻ്റെ നോവലായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് ആദ്യം മുതൽ അവസാനം വരെയും പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് തന്നെ ശുദ്ധീകരിച്ചു. ഇതുപോലെ ഈ ഉപവാസകാലം പ്രലോഭനങ്ങളെ, തിന്മയൊക്കെ അതിജീവിക്കുവാനുള്ള ആത്മസംയമനത്തിൻ്റെ, ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിൻ്റെ ഒരു കാലഘട്ടമാണ്. യഥാർത്ഥ ഉപവാസം വാസ്തവത്തിൽ ഭക്ഷണപാനീയങ്ങൾ വർജിക്കുന്ന, നമുക്കറിയാം, ഉപവാസകാലത്ത്, നോമ്പുകാലത്ത് ത്യാഗപൂർവ്വം ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കും. പക്ഷേ പഴയ നിയമത്തിൽ തന്നെ ഈ ഉപവാസത്തിന് ഒരു മാനവിക മൂല്യമുണ്ട്. ഉപവാസത്തിന് ഒരു സാമൂഹികമായിട്ടുള്ള തലമുണ്ട്. ഉപവാസം വ്യക്തിപരമായി നിങ്ങൾ നടത്തുന്ന, നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി, ആത്മനീതീകരണത്തിന് വേണ്ടി നടത്തുന്ന എന്തോ കാര്യമാണ് എന്ന് ചിന്തിക്കരുത്. ഉപവാസം എന്താണ്? ഇതാണോ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്നത് യെശയ്യാ 58:5. ചാക്കും ചാരവും വിതറിക്കിടക്കുന്നതാണോ? ഇതിനെയാണോ ഉപവാസം എന്ന് വിളിക്കുക? 6-ാം വാക്യം, ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ യഥാർത്ഥ ഉപവാസം? അപ്പോൾ യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിമോചനമാണ്. അത് നമ്മുടെ സ്വയം ഉള്ള ആത്മീയമായ ഒരു വിമോചനം മാത്രമല്ല. ലോകത്തിൽ മർദ്ദനം, അതുപോലെ തന്നെ അസ്വാതന്ത്ര്യം, പലതരത്തിലുള്ള പീഡകൾ, വിഷമങ്ങൾ, നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള മനുഷ്യരോടുള്ള നമ്മുടെ ഐക്യദാർഢ്യം, അവർക്ക് വേണ്ടി നാം എന്ത് ചെയ്യുന്നു? അതാണ് പറയുന്നത്. വിശക്കുന്നതിനുമായി 7-ാം വാക്യം, ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ യഥാർത്ഥ ഉപവാസം എന്താണ്? അപ്പോൾ നിൻ്റെ നീതി നിൻ്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിമ്പിലും നിനക്ക് ഉണ്ടാകും. നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും. അപ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിൽ നീ ആനന്ദം കണ്ടെത്തും യഥാർത്ഥ ഉപവാസം. അപ്പോൾ കർത്താവിനോടൊപ്പം ആയിരിക്കുമ്പോൾ മോശയുടെ മുഖം, അത് മുഖത്തെ മൂടപടവിടാൻ തക്ക വിധം പ്രകാശിതമായതുപോലെ ഈ ഉപവാസകാലം നമ്മുടെ മുഖം പ്രകാശിതമാകണമെങ്കിൽ നമ്മൾ നീതി നിവർത്തിക്കുന്ന സമൂഹമാണ്. അനീതിക്ക് നേരെ കണ്ണടയ്ക്കുന്ന നിസ്സംഗതയുടെ ഒരു ലോകം. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നതാണ് വാസ്തവത്തിൽ ഉപവാസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വലിയൊരു വിപ്ലവകരമായ അർത്ഥം ഉപവാസത്തിന് യെശയ്യാ പ്രവാചകൻ നൽകുന്നത്. ഈശോയുടെ ഉപവാസം അതിനുവേണ്ടിയാണ്. ഈശോ ചൈതന്യം സ്വീകരിച്ച്
ഈ പിശാചിനെയൊക്കെ ബഹിഷ്കരിച്ചതിന് ശേഷം ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതായിട്ട് സുവിശേഷത്തിൽ കാണുന്നത് പോലെ നമ്മളുടെ ഈ നോമ്പ് കാലം നമ്മളുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ള ഒന്നല്ല, മറിച്ച് ദൈവപ്രീതിക്ക് വേണ്ടി മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒന്നാണ് ഉപവാസം. ഇന്നത്തെ ലേഖനം, എഫേസോസ് ലേഖനം 4-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ ഈ ഉപവാസ കാലത്തിൻ്റെ ചൈതന്യം എന്താണ്? നിങ്ങൾ വിജാതീയരെ പോലെ ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകപ്പെട്ട അവസ്ഥ. അതാണ് 18-ാം വാക്യം. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിൽ നിങ്ങൾ അവർ മുഴുകി. ഇതല്ല നിങ്ങൾ ഈശോയിൽ നിന്ന് പഠിച്ചത്. 22-ാം വാക്യം. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഏതാണ് ഈ പുതിയ മനുഷ്യൻ? ഈശോ മിശിഹായാണ്. ഈശോയിൽ നിന്ന് പഠിക്കുക, ഈശോയെ അനുകരിക്കുക, ഈശോയെ ധരിക്കുക. എന്നിട്ട് ചില തിന്മകൾ നമ്മൾ വർജിക്കണം. തിന്മകളുടെ മുമ്പിൽ നിസ്സംഗരായി നിൽക്കരുത്. അതായത് വ്യാജം വെടിഞ്ഞ് സത്യം സംസാരിക്കണം. കോപിക്കാം, പക്ഷേ സൂര്യൻ അസ്തമിക്കുമ്പോൾ കോപം അവസാനിച്ചിരിക്കണം. മോഷ്ടാവിനെ മോഷ്ടിക്കരുത്, അവൻ പങ്കുവയ്ക്കണം. 28-ാം വാക്യം. സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്യണം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് നന്മയുടെ വചനം, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം ഉണ്ടാകുന്ന വചനമുണ്ടാകണം. നിങ്ങൾ എല്ലാ വിദ്വേഷവും ക്രോധവും അട്ടഹാസവും ദൂഷണവും ഉപേക്ഷിക്കണം. നിങ്ങളെ രക്ഷയുടെ ദിനത്തിലേക്ക് മുദ്രിതനാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. 30-ാം വാക്യം. അതുകൊണ്ട് അത്യാഗ്രഹത്തിൻ്റെയും അശുദ്ധിയുടെയും പേര് പോലും നിങ്ങളുടെ ഇടയിൽ കേൾക്കരുത്. 5-ാം അധ്യായം 3-ാം വാക്യം. എല്ലാ മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ഈശോ മിശിഹായുടെയും രാജ്യത്തിന് അവകാശമില്ലെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എഫേസോസ് 5:5. അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇപ്പോൾ ഈശോയിൽ പ്രകാശമായിരുന്നു. അപ്പോൾ വാസ്തവത്തിൽ മോശയുടെ മുഖം പ്രകാശിച്ചതുപോലെ ഈ നോമ്പുകാലം കർത്താവിൽ പ്രകാശിതമാകാൻ, പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള ശക്തി സംഭരിക്കുന്ന കാലഘട്ടമാണ്. ഈശോയുടെ ഈ പരീക്ഷകളെ വിജയിച്ചതുപോലെ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരീക്ഷയെ വിജയിച്ചു. ഈശോയുടെ ആ മെസ്സയാനിക വ്യക്തിത്വം, നീ ദൈവപുത്രനാണെങ്കിൽ നാം ഓരോരുത്തരും കർത്താവിൻ്റെ ദത്ത് പുത്രന്മാരാണ്. ഈശോയിൽ നമ്മുടെ വ്യക്തിത്വം, ഈശോയിൽ ചേർന്നിരിക്കുന്ന വ്യക്തിത്വമാണ് ക്രൈസ്തവ വ്യക്തിത്വം. നമ്മളുടെ ആ വ്യക്തിത്വത്തിൻ്റെ അന്തസ്സ് സൂക്ഷിച്ചുകൊണ്ട് ദൈവികമായ ജീവിതത്തിലേക്ക്, ഉപവാസത്തിലേക്ക്, ദൈവത്തോടുള്ള സംസർഗത്തിലേക്ക് ചേർന്നിരിക്കുകയും മനുഷ്യൻ്റെ വേദനകളിൽ അവനോടൊപ്പമായിരിക്കുകയും അവൻ്റെ വിഷമസന്ധികളിൽ അവൻ്റെ കെട്ടുകൾ പൊട്ടിക്കുവാൻ, കുരുക്കുകൾ അഴിക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്ന വിമോചനത്തിൻ്റെ സ്വന്തം ആത്മവിമോചനത്തിൻ്റെയും ലോകം മുഴുവൻ്റെയും വിമോചനത്തിൻ്റെയും കർത്താവിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ആത്മീയമായ പരിശ്രമ കാലഘട്ടമായി ഈ നോമ്പുകാലത്തെ നമുക്ക് മാറ്റാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.